ഹേ ഗൈസ്, ഹൗസ് ബോട്ടിലൊരു ഡേ ആണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. സ്വാഗതം. നമ്മൾ ആലപ്പുഴ എത്തിയതിന് ശേഷം ഒരു ഏജൻറ്റ് വഴി മീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ബോട്ട് സെലക്ട് ചെയ്യുന്നത്. ഏറ്റവും ബെസ്റ്റ് ആയതും അതിൻ്റെ ചീപ്പായതുള്ള ഹൗസ് ബോട്ടാണ് നമ്മൾ സെലക്ട് ആക്കിയത്. ഏകദേശം 3 നമ്മൾ പോയി കണ്ടു. ഫൈനലി എടുത്തത് ജഗത് എന്ന ഹൗസ് ബോട്ടാണ്. പിന്നെ നമ്മൾ ബോട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഫിനിഷിംഗ് പോയിൻ്റ് എന്ന സ്ഥലത്താണ്. ഫിനിഷിംഗ് പോയിൻ്റ് എന്ന് പറയുമ്പോൾ വള്ളംകളിയിൽ ഫിനിഷ് ചെയ്യുന്ന പോയിൻ്റാണ് ഫിനിഷിംഗ് പോയിൻ്റ് എന്ന്. നോർമലി 12 മണിക്കാണ് ബോട്ട് സ്റ്റാർട്ട് ചെയ്യാറ്. നമ്മൾ 12:30 എത്തിയപ്പോൾ. പിന്നെ അവർ പർച്ചേസൊക്കെ കഴിഞ്ഞ് ഫുഡ് ഐറ്റംസൊക്കെ വാങ്ങി വന്നപ്പോൾ 2 മണിയൊക്കെ ആയി ബോട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. പിന്നെ 2:30 ഫുഡ് റെഡിയായി. അവർക്കായിട്ടൊരു ഫുഡ് മെനു ഉണ്ട്. അതുകൂടാതെ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഫിഷ് ഫ്രൈയോ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് ബോട്ട് സൈഡിൽ അടുപ്പിച്ച് തരും. നമുക്ക് അവിടുന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ഫിഷ് വാങ്ങി കൊടുക്കുകയാണെങ്കിൽ അവർ ആ ഫിഷ് ഫ്രഷായി ബോട്ടിൽ നിന്ന് തന്നെ പ്രിപ്പയർ ചെയ്ത് നമുക്ക് തരും. ഇനി ഉച്ചയ്ക്കത്തെ ഫുഡ് ചോറ്, തോരൻ, മെഴുക്കുവരട്ടി, മോര്, സാലഡ്, പപ്പടം, പിന്നെ ഫിഷ് ഫ്രൈ. കരിമീൻ കിട്ടിയില്ല, കരിമീൻ അവിടെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അയല പൊരിച്ചതായിരുന്നു. പിന്നെ ചിക്കൻ ഫ്രൈ കിട്ടി, സാമ്പാർ. നല്ല ഫുഡായിരുന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. കുറച്ചങ്ങ് പോയപ്പോൾ ബോട്ട് കുറച്ച് ഒരു സൈഡിൽ അടുപ്പിച്ച് വന്നു. അവിടെ നോക്കുമ്പോൾ അവിടെ നിന്നാണ് നമുക്ക് വേണമെങ്കിൽ ഫിഷൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മേടിക്കാൻ പറ്റുന്ന സ്ഥലം. അവിടെ ഇപ്പോൾ ഉണ്ടായിരുന്നത്, ഞങ്ങൾ പോയപ്പോൾ ഉണ്ടായിരുന്നത് ആവോലിക്ക് 1 കിലോയ്ക്ക് 1200 രൂപ എങ്ങാണ്ട് അവർ പറഞ്ഞു. അതേപോലെ ഞണ്ടുണ്ടായി, അതുപോലെ വലിയ കൊഞ്ചുണ്ടായി. പിന്നെ അതേപോലെ തന്നെ അവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വന്ന സോഫ്റ്റ് ഡ്രിങ്ക്സ്, അതേപോലെ ഐസ്ക്രീം, ഇതൊക്കെ അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിച്ചതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് വീണ്ടും യാത്ര തുടങ്ങി. നമ്മളെടുത്ത ബോട്ടിൽ 4 ബെഡ്റൂമാണ് ഉള്ളത്. താഴെ 2 റൂമും മേലെ 2 റൂമും. പിന്നെ മേലെ ഒരു ഡൈനിങ് ഹാളുണ്ട്, വലിയ ടേബിളുണ്ട്. പിന്നെ പുറത്ത് നിന്ന് കാഴ്ചയൊക്കെ കാണാൻ 2 ചെയറൊക്കെ ഇട്ടുള്ള ഒരു സൗകര്യമുണ്ട്. പിന്നെ താഴെയാണ് കിച്ചൺ വരുന്നത്. താഴെ നമുക്ക് ഇരുന്ന് കായൽ ഭംഗി ആസ്വദിക്കാനും പറ്റും. 4 റൂമിൽ AC വരുന്നുണ്ട്. പക്ഷേ AC വരുന്നത് 9 മണിക്ക് ശേഷമാണ് ഓണാക്കുക. പവർ സപ്ലൈ എടുത്തതിന് ശേഷമാണ് അവർ ഓണാക്കുന്നത്. ടോയ്ലറ്റ് ഉണ്ട്, നല്ല വൃത്തിയുള്ളതാണ്. പിന്നെ ഫാൻ ഉണ്ട്. റൂമുകളിൽ സെപ്പറേറ്റ് ആയിട്ട് TV ഇല്ല. ഹോളിലാണ് വെച്ചിരിക്കുന്നത്. നമ്മളെടുത്ത ഹൗസ് ബോട്ട് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അവർ പുതുതായിട്ട് ഉണ്ടാക്കിയ ഹൗസ് ബോട്ടാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നല്ല വൃത്തി ഉണ്ടായിരുന്നു. പിന്നെ 4 മണി 5 മണിക്ക് ആയപ്പോൾ നമുക്ക് ടീ ടൈമാണ്. ചായയും പഴംപൊരിയും. പിന്നെ അവിടെയുള്ള ചില വീടുകളുടെ പ്രത്യേകത താഴെ പില്ലർ വെച്ചിട്ടായിരിക്കും വീടുണ്ടാക്കിയിരിക്കുന്നത്. വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അല്ലെങ്കിൽ പണ്ടൊക്കെ ബണ്ട് പൊട്ടുന്നുണ്ടായിരുന്നു. മേ ബി അതും ആയിരിക്കാം. പിന്നെയാണ് ഗൈസ് നമ്മുടെ സൺസെറ്റ്. അടിപൊളി വ്യൂ ആയിരുന്നു. ഒരിക്കലും മിസ് ചെയ്യരുത് ബോട്ടിൽ പോവുകയാണെങ്കിൽ. ഹോൾട്ടിംഗ് പോയിന്റിൽ നിന്ന്
നമുക്ക് അവിടുത്തെ ചേട്ടന്മാർ സ്പീഡ് ബോട്ട് അറേഞ്ച് ചെയ്തിരുന്നത്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. 1200 രൂപയായിരുന്നു 4 പേർക്ക്, ഒരാൾക്ക് 300 രൂപ വെച്ച്. പകലും പോവാം, പക്ഷേ ഒരു 6 മണി 6:30 കഴിഞ്ഞാൽ കുറച്ചുകൂടെ രസമായിട്ട് തോന്നും. അധികം ഡിന്നറിന് ചോറ്, പിന്നെ ദാല്, ചിക്കൻ കറി, ചപ്പാത്തി ഉണ്ടായിരുന്നു. അതുപോലെ കപ്പയും മീനും ഉണ്ടായിരുന്നു. കപ്പയും മീനും അവരുടെ മെനുവിലുള്ളതല്ല, ഞങ്ങൾ എക്സ്ട്രാ റിക്വസ്റ്റ് ചെയ്തപ്പോൾ അവരുണ്ടായി തന്നതാണ്. എന്തായാലും ഫുഡ് അടിപൊളിയായിരുന്നു. നൈറ്റിലെ ഫുഡാണ് എനിക്ക് എൻ്റെ ആ ഒരു ബോട്ടിൽ പോയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ നൈറ്റിലെ ഫുഡായിരുന്നു. പിന്നെ രാത്രി ഞങ്ങൾ കിടന്നുറങ്ങി. രാവിലെ നേരത്തെ എണീക്കണം, എന്നാലേ ആ കായലിൻ്റെ ഭംഗിയും സൺറൈസൊക്കെ കാണാൻ പറ്റൂ. കിടന്നുറങ്ങാനാണെങ്കിൽ വീട്ടിൽ കിടന്നുറങ്ങിയാൽ പോരെ, ഇതൊക്കെ എണീറ്റ് കാണണം. തിരിച്ചു വരുമ്പോൾ ഒരു ചായ, ഫ്രഷായിട്ടൊരു ചായ തരും. അത് കഴിഞ്ഞിട്ട് ബോട്ട് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത് ദോശ, സാമ്പാർ, ചട്നി ഒക്കെയാണ്. പിന്നെ നമ്മൾ പതുക്കെ 9:30 ആകുമ്പോഴത്തേക്കും ചെക്കൗട്ട് ചെയ്യണം. അത് ഫിനിഷിംഗ് പോയിന്റിൽ തന്നെ നമ്മൾ എത്തും. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ബൈ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.